ഇന്ന് തിരിച്ച് ഭർത്താവിൻ്റെ നാട്ടിലോട്ട് പോവുകയാണ്. മോളുടെ NSS ക്യാമ്പുണ്ട്. NSS ക്യാമ്പ് ഞങ്ങൾ സന്ദർശിക്കേണ്ട ദിവസമാണിന്ന്. 6:30 ആകുമ്പോഴേക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ബസ്സും കാണാനില്ല. കുറേ പ്രൈവറ്റ് ബസ്സുകൾ പോയിട്ടുണ്ട്. KSRTC ഒരു അരമണിക്കൂർ ലാഗാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ NHൻ്റെ സ്ഥിതിയാണിത്. പ്രൈവറ്റൊക്കെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു KSRTC കിട്ടിയത്. KSRTC സ്റ്റാൻഡിൽ തന്നെ ചെന്ന് ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് KSRTC കയറി പോകാൻ തീരുമാനിച്ചതാണ്. സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് നാട്ടിലേക്കുള്ള ബസ് കിട്ടി. അവിടെ എത്തി, നാട്ടിലെത്തി. ഒരു 3 മണിക്ക് ശേഷം NSS ക്യാമ്പിലേക്ക് തിരിച്ചു. ബൈക്കിലാണ് യാത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഒരു NSS ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പഠനമൊക്കെ പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ NSS ക്യാമ്പിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര ത്രില്ലിലാണ്. സ്കൂൾ എത്തിയിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള കോമ്പൗണ്ടോട് കൂടിയ ഒരു സ്കൂളാണ്. അത്തിമരത്തണലുണ്ട് മുറ്റത്ത് തന്നെ. പിന്നെ വൃത്തിയായി കെട്ടിത്തിരിച്ച ഒരു സ്കൂൾ കിണറുണ്ട്. സ്കൂളിലെ ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം എടുക്കാൻ നല്ല വൃത്തിയായിട്ട് കെട്ടിത്തിരിച്ചൊരു കിണറുണ്ട്. അതിവിശാലമായിട്ടുള്ള കോമ്പൗണ്ടിൽ ഒരു ഓപ്പൺ സ്റ്റേജും ഉണ്ട്. ഓപ്പൺ സ്റ്റേജിൽ കുട്ടികൾക്ക് പരിപാടിയൊക്കെ അവതരിപ്പിക്കാനായിട്ട് നല്ലൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ഇവിടെയാണ് NSS ക്യാമ്പിൻ്റെ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ അവർ അവതരിപ്പിക്കാറ്. വളരെ മനോഹരവും വൃത്തിയുള്ള ഒരു സ്കൂൾ കോമ്പൗണ്ടാണ്. ഒരു തെങ്ങ് തന്നെ മുറ്റത്ത് നിർത്തിയിട്ടുണ്ട്. സ്കൂളിലേക്ക് വേണ്ട അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടും. അതുപോലെ മനോഹരമായിട്ടുള്ളൊരു ഗാന്ധി പ്രതിമ, ഒരു ഇല്ലിമുളം കൂട്, വൃത്തിയായി ടൈല് പാകിയ തറ. NSS ക്യാമ്പിലേക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ ജോലിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് പോകുന്നുണ്ട്. അപ്പം വളരെ രസകരമായിട്ടുള്ള ദൃശ്യമാണ്. പണ്ടൊക്കെ ഈ സ്കൂളിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിട്ടാണ് ഉള്ളൊരു സ്കൂളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ വന്നതോടെ വളരെ വൃത്തിയും വെടിപ്പുള്ളൊരു സ്കൂളാണ്. ഇപ്പോൾ സന്ദർശന സമയമല്ല, 3-ാം നിലയിൽ കുട്ടികളുടെ പരിപാടി നടക്കുക. അപ്പം ടീച്ചേഴ്സ് അനുവദിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളൊക്കെ നല്ല ത്രില്ലാണ്, നല്ല ഇൻട്രാക്ഷനാണ്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തവരുടെ മെസ്സിൽ പോയി ചായയൊക്കെ കുടിച്ചു. അവരുടെ റൂമുകളൊക്കെ കണ്ടു. തിരിച്ചവർക്ക് വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സന്ദർശന സമയം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോന്നു. തിരിച്ച് വീട്ടിലോട്ട് പോന്നു.